പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി.എഡ് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് ഈ വരുന്ന 24-ാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. 24 പറഞ്ഞാൽ നാളെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നത്. അലോട്ട്മെന്റ് ഷെഡ്യൂൾ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയാണ്, ബി.എഡ് കൊമേഴ്സിന്റെ അപേക്ഷ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ ക്ഷണിക്കും. അതിന് PG 4th സെമസ്റ്ററിന്റെ റിസൾട്ട് വരേണ്ടതുണ്ട്. വന്നു കഴിഞ്ഞാലാണ് അപേക്ഷ ക്ഷണിക്കുക. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് അഡ്മിഷന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂൺ 6 തുടങ്ങി ജൂൺ 19 അവസാനിച്ചു. ഓക്കെ, ഇനി ട്രയൽ അലോട്ട്മെന്റ് 24-ാം തീയതി നാളെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. 24-ാം തീയതി യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ എഡിറ്റിങ്ങിനുള്ള അവസരമുണ്ട്. എല്ലാവിധ എഡിറ്റിങ്ങിനുള്ള അവസരം 24-ാം തീയതി 25-ാം തീയതി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബാക്കിയെല്ലാം എഡിറ്റിംഗ് ചെയ്യാവുന്ന. പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം, നിങ്ങളുടെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാവിധ എഡിറ്റിംഗ് സൗകര്യം. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിയുടെ റീവാലുവേഷന്റെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതിനൊക്കെയുള്ള പോസിബിലിറ്റി ഇതിൽ ലഭ്യമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് 3-ാം തീയതിയാണ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുക. 3-ാം തീയതി പബ്ലിഷ് ചെയ്താൽ 3-ാം തീയതി മുതൽ 5-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട്. അതേപോലെ തന്നെ മാൻഡേറ്ററി ഫീ പേയ്മെന്റിനുള്ള അവസരമുണ്ട്. SC വിദ്യാർത്ഥികൾ 145 രൂപയും മറ്റു വിദ്യാർത്ഥികൾ 575 രൂപയുമാണ് മാൻഡേറ്ററി ഫീ ആയിട്ട് അടക്കേണ്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് അഡ്മിഷന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? പെർമനന്റ് അഡ്മിഷന് എടുക്കേണ്ടത് എന്ന് പറയുന്നത് ഫോർ ദോസ് who got first option കിട്ടിയ വിദ്യാർത്ഥികൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. Those who are satisfied with first allotment and cancelled all other higher option, അവരുടെ ബാക്കി ഹയർ ഓപ്ഷനുകളൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം, കിട്ടിയ ഓപ്ഷനിൽ തൃപ്തികരമാണെങ്കിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ടെമ്പററി അഡ്മിഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ കമൻസ്മെന്റ് ഓഫ് ക്ലാസ് ജൂലൈ 7 ആരംഭിക്കും. ജൂലൈ 10 സെക്കൻഡ് അലോട്ട്മെന്റ് വരും. സെക്കൻഡ് അലോട്ട്മെന്റിൽ പെർമനന്റ് അഡ്മിഷനും അതേപോലെ തന്നെ മാൻഡേറ്ററി ഫീ പേയ്മെന്റിനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പെർമനന്റ് അഡ്മിഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. 11-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ 15/7/2025 മുമ്പ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ്, ഡിഫൻസ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ്, കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് ഇതൊക്കെ കോളേജിലേക്ക് സെൻഡ് ചെയ്യും. ഇതിലേക്കുള്ള അഡ്മിഷൻ പ്രക്രിയ ആരംഭിക്കുക എന്ന് പറയുന്നത് ഇതിലേക്കുള്ള അഡ്മിഷൻ പ്രക്രിയ 12-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് അഡ്മിഷൻ പ്രക്രിയ. അപ്പൊ 15-ാം തീയതിക്ക് മുമ്പ് തന്നെ ഇത് സെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ 10-ാം തീയതിയോട് കൂടി തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇത് സെൻഡ് ചെയ്യുന്നതായിരിക്കും. ആ സമയമാകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാവും. ആ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഉള്ള അതുപോലെ തന്നെ എഡിറ്റിംഗ് നടത്താനുള്ള അവസരമാണ് ജൂലൈ 16 മുതൽ ജൂലൈ 18 വരെയുള്ള സമയത്ത്. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓരോ കോളേജിലും അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യും. പിന്നീടുള്ള അഡ്മിഷൻ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് എന്നായിരിക്കും. അതിലേക്കുള്ള പ്രക്രിയ ആരംഭിക്കുന്നത് ജൂലൈ 22 മുതലാണ്. ഓക്കെ, ആ വർക്ക് ആരംഭിക്കുക ജൂലൈ 22 മുതൽ. 22 പബ്ലിഷ് ചെയ്യും. 22-ാം തീയതി മുതൽ അതിന്റെ അഡ്മിഷൻ കാര്യങ്ങൾ ആരംഭിക്കും. ഓഗസ്റ്റ് 5-ാം തീയതി അഡ്മിഷൻ ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബി.എഡ് കൊമേഴ്സിന്റെ അപേക്ഷ പിന്നീട് ക്ഷണിക്കുമെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ഡീറ്റെയിലുകൾ വ്യക്തമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.